ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. തൈര് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ മാസ്ക് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒതുങ്ങിയിരിക്കാത്ത നല്ല ഫ്രിസി ആയിട്ടുള്ള മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാനും മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് മാറാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. വെറും 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഹെയർ മാസ്കിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ഞാനിവിടെ ഒരു ചുവന്ന ചെമ്പരത്തിപ്പൂ തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ചുവപ്പ് കളറുള്ള ചെമ്പരത്തിപ്പൂവാണ്. വൈറ്റ് കളറ് എങ്ങനെയാണ് ഇത്രത്തോളം ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇനി ഈ ഒരു ചെമ്പരത്തിപ്പൂവ് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം. പക്ഷെ ഞാനെപ്പോഴും ഈ ഒരു ചെറിയ ഇടിക്കല്ല് ഉപയോഗിച്ചിട്ട് അതിലിട്ട് നല്ല കുഴമ്പ് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്പരത്തിയൊക്കെ നല്ല പോലെ തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ പോലെ ആവും കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്. ഞാൻ മിൽമയുടെ തൈരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ, അതായത് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും തേച്ച് കൊടുക്കാൻ വേണ്ട അത്രയും തന്നെ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചെമ്പരത്തിയുടെ പൂവാണ്. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തൈരിൻ്റെ കളറിലും മാറ്റം വരും. ഈ ഒരു ചെമ്പരത്തിയുടെ കളറും കൂടെ ചേർന്നിട്ട് ഒരു പിങ്ക് കളറൊക്കെ ആയിട്ട് വരും. മുടിക്ക് കറുപ്പ് കളർ കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി. പിന്നെ പുതിയ മുടി ഉണ്ടായി വരാനും ഇതൊരുപാട് സഹായിക്കും. തൈര് തലയിലുള്ള താരൻ മാറിക്കിട്ടാനും മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് വയ്ക്കാനും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോംബോ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ തരും. നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ളവരും മുടി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തീർന്നിട്ടില്ല, ഞാൻ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണയാണ്. ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു എണ്ണയാണ്. ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. ആ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ. ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. എണ്ണ ആദ്യം തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ എണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ അപ്ലൈ ചെയ്യരുത്. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞൊക്കെ വൃത്തിയാക്കി എടുത്ത ശേഷം ഈ ഒരു മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകി കളയാം. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. 2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്